ഷെർലിൻ, you can do this. Just മനസ്സ് ശാന്തമാക്കി വെക്ക്. വാതിൽ എന്താ തുറക്കാതെ? നീ എപ്പോഴും നിന്റെ ഫോണിലാ. യെസ്, ഇന്നലെ നീ ഫോൺ തന്നെ നോക്കിക്കൊണ്ടിരുന്നേ. ഇതേ നോക്ക്, നീ അകത്ത് പോയിട്ട് പുറത്ത് വരുന്നത് വരെ ഈ ഫോൺ കൈകൊണ്ട് തൊട്ടലുണ്ടല്ലോ, എന്നെ വിധമാറും, കൊല്ലും ഞാൻ. ഓക്കെ ഓക്കെ മാസ്റ്റർ ജി, ആദ്യം നീ ഇത് പറയ്. അവൾ എന്താ ഇതുവരെ വാതിൽ തുറക്കാതെ? എന്തോ പ്രശ്നമുണ്ട്. ഇനി ഷെർലിൻ റിപ്പോർട്ട്സ് എങ്ങോട്ടെങ്കിലും മാറ്റി കാണോ? ഇനി അവളെങ്ങാനും നമ്മളിവിടെ നിൽക്കുന്ന കണ്ടെങ്കിലോ? കിരൺ, നമ്മളെ സംബന്ധിച്ച് ആ റിപ്പോർട്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വേണ്ട വേണ്ട, കഥകിന്റെ പുറകിൽ ഈ സ്ഥലം ഒട്ടും ശരിയല്ല. എവിടെ ഒളിക്കും, എവിടെ ഒളിക്കും, എവിടെ ഒളിക്കും? വാഷ്റൂം. യെസ്, വാഷ്റൂമിൽ ഒളിക്കാം. Wow, what a pleasant surprise. അറിയോ, ഞാൻ രാവിലെ തൊട്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. നന്നായി നിങ്ങൾ വന്നത്. കള്ളം. എക്സ്ക്യൂസ് മീ. നീ പറയുന്ന കള്ളമല്ലേ? നീ പ്രിറ്റൻഡ് ചെയ്യുക ഞങ്ങളെ കണ്ടിട്ട് സന്തോഷമായതുപോലെ, അതായത് കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരെ കണ്ടതുപോലെ. എന്തൊരു അടിപൊളി അഭിനയം നിന്റേത്. നിന്റെ മുഖത്ത് ചിരിയുണ്ട്, എന്നാൽ നിനക്ക് ഞങ്ങളോടുള്ള ദേഷ്യം നിന്റെ മുഖത്ത് നിന്ന് തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഐ എം സോറി പ്രീത, നീ എന്താ പറയുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ശരി, അത് വിട്. നിനക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്ന ഓരോരോ വാക്കും നിനക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നീ ഗുഡി ഗുഡി ഗേളിന്റെ മുഖംമൂടി ഇടുന്നില്ലേ? അങ്ങനെ ചെയ്യരുത്, അത് നിനക്ക് സൂട്ട് ആവുന്നില്ല. ഓ, എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരും എന്നെ എപ്പോ കണ്ടാലും മര്യാദയ്ക്ക് സംസാരിക്കില്ലെന്നാ. കറക്റ്റ്. പ്രീത പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. അതുകൊണ്ട് നോ മോർ ഡ്രാമ, നോ മോർ കഥകൾ. എനിക്ക് നല്ലപോലെ അറിയാം ഷെർലിൻ, രോഹിത് ഏട്ടന്റെ നിന്റെ മീറ്റിംഗ് ഫോർമൽ ആണെന്ന്. പിന്നെ നിന്റെ വയറ്റിലെ കുഞ്ഞിന്റെ അച്ഛൻ രോഹിത് അല്ല എന്നും. ഒരു കാര്യം കൂടി എനിക്ക് നന്നായിട്ട് അറിയാം, ദാറ്റ് യു ആർ പ്രഗ്നന്റ്. അല്ല കിരൺ, അത് ചെറിയമ്മയുടെ സംശയമല്ലേ? നിനക്ക് ഓർമ്മയില്ലേ ഡോക്ടർ എന്താ പറഞ്ഞത്? ഇറ്റ്സ് എ സിവിയർ കേസ് ഓഫ് ആസിഡിറ്റി. ഓ റിയലി? ഡോക്ടർ സീമ എപ്പോഴും എന്റെ ഫാമിലി കണ്ടത് ഷെർലിൻ? പിന്നെ അവർ എപ്പോഴാടി പറഞ്ഞത്? അതായത് ഇറ്റ്സ് എ സിവിയർ കേസ് ഓഫ് അസിഡിറ്റി, നോട്ട് പ്രഗ്നൻസി. ആ റീസൺ ഉണ്ടാക്കിയത് നീ ആടി, ഡോക്ടർ സീമയല്ല. ഓക്കെ, നിന്റെ കഥ എന്റെ അടുത്ത് വേണ്ട, കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. ഈ കുഞ്ഞെന്റെ ഏട്ടന്റെ അല്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ വിവാഹം രോഹിത് ഏട്ടനുമായി ഒരിക്കലും നടത്തില്ല. അത് പറയാൻ നീ ആരാ? കിരൺ അത് പറയാനുള്ള അവകാശമുണ്ട്, കാരണം അവൻ എന്റെ ഭാവി അനിയനാ. നീ എന്താ അധികാരത്തിലാ പറയുന്നത്? രോഹിത് ഏട്ടന്റെ കൂട്ടുകാരി ആയതുകൊണ്ട് എന്റെ കൂട്ടുകാരന്റെ ജീവിതം നശിച്ചു പോകുന്നത് കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ കഴിയില്ല എനിക്ക്. പിന്നെ ഒരു കാര്യം മറക്കരുത്, നീ ഇന്ന് രോഹിത് ഏട്ടന്റെ ഭാവി വധുവായി നിൽക്കുന്നത് ഞാൻ കാരണം ഞാനാണ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്തത് നിന്നോട് സമ്മതം മൂളാൻ. അതുകൊണ്ട് നീ അദ്ദേഹത്തെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ വീട്ടിൽ പോണെന്നാ, കാരണം നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കരുതുന്നത് ഞാൻ തെറ്റുകാരിയെന്നാ, പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചിന്തയാ തെറ്റെന്ന്. ശരിയായ സമയത്ത് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. യു ഗൈസ് ഷുഡ് ലീവ്. ഒരു മിനിറ്റ്, നിനക്ക് എന്താ മനസ്സിലാകാത്തത്? ശരി, ഞാൻ മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നിന്റെ പ്രഗ്നൻസി ടെസ്റ്റിന്റെ റിപ്പോർട്ട്സ് കിട്ടുന്നത് വരെ ഈ വിവാഹം നടക്കില്ല. അതൊക്കെ പറയാൻ നിനക്ക് എന്താ അവകാശം? നീ ഇനി ഒന്നും പറയില്ല. അയ്യോ അയ്യോ പ്രീത, പ്രീത എന്താ പറ്റി? നീ എന്തിനാ ഇങ്ങനെ ചുമക്കുന്നേ? പ്രീത, വേഗം പോയി കുറച്ച് വെള്ളം കൊണ്ടുവാ, വേഗം ആവട്ടെ. അയ്യോ, ഇവക്ക് വെള്ളത്തിന്റെ ആവശ്യമില്ല. അയ്യോ ഒന്ന് വെള്ളം കൊണ്ടുവാ. കിരൺ, എന്നോട് ചോദിക്കാതെ എന്തിനാ അകത്തേക്ക് വന്നത്? അയ്യോ, ഞങ്ങൾ അകത്തേക്ക് വന്നെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? വേഗം വെള്ളം കൊണ്ടുവന്നോ, അല്ലെങ്കിൽ ഇവളെ കൊന്നൊന്നും പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും. ഇവളോട് നീ മോശമായിട്ട് സംസാരിച്ചു, നീ ഇവളെ മിഡിൽ ക്ലാസ് പെണ്ണെന്നും പറഞ്ഞു, അങ്ങനെ അപമാനിച്ചോടാ ഇവൾക്ക് പെട്ടെന്ന് ചുമ വന്നത്. അറ്റംപ്റ്റ് മർഡർ എന്ന രീതിയിൽ അവരെ കൊണ്ട് കേസ് എടുപ്പിക്കും. വേഗം പോ, വേഗം വെള്ളം കൊണ്ടുവാ, അല്ലെങ്കിൽ ചത്തു ഈ പെണ്ണ്. വേഗം ചെല്ലും. നിർത്തുവോ? ഇങ്ങനെ എന്തിനാ തടവിക്കൊണ്ടിരിക്കുന്നേ? നിനക്ക് തൊടാൻ കിട്ടുന്ന ഒരു ചാൻസ് കളയരുത്. ഞാൻ നിന്നെ ടച്ച് ചെയ്തെന്നോ?
ഞാൻ നിന്റെ പുറത്ത് തൊട്ടത് ആക്ടിങ്ങിന്റെ ഭാഗമായിട്ടാ, അല്ലാതെ നിന്നെ എന്തിനാണ് ഞാൻ വെറുതെ തൊടാൻ വരുന്നത്? അല്ല, ഞാൻ തൊട്ടപ്പോ നിനക്ക് എന്തെങ്കിലും തോന്നിയായിരുന്നോ? അയ്യോ, തൊടാൻ പറ്റിയൊരു സാധനമല്ലേ ഈ നിൽക്കുന്നത്. നീ എന്താ പറഞ്ഞ? വെറും ആക്ടിങ് അല്ലേ? ചുമച്ച് എന്റെ തൊണ്ട വരെ പുറത്തു വന്നേനെ. എന്നിട്ട് വെറും ആക്ടിങ് അല്ലേ? ഒന്നോർത്തോ, അഥവാ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ നീ ഒരിക്കലും അറിയാൻ പോകുന്നില്ല ഷെർലിൻ എന്ത് കളിയാ കളിക്കുന്നേന്ന്. മനസ്സിലായോ നിനക്ക്? വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ഇങ്ങനെ വിളിച്ച് പറയല്ലേ. അവള് വെള്ളം കൊണ്ടുവരുമ്പോ പയറ് പോലെ നീ എന്നോട് വഴക്കൂടിക്കൊണ്ടിരുന്ന അതോടെ എല്ലാ പ്ലാനും പൊളിയും. കള്ളം കാണിക്കാണെന്ന് പിടികിട്ടുകയും ചെയ്യും. മനസ്സിലാവിടെ പൊട്ടിക്കാളി. അതുകൊണ്ടൊന്ന് വേഗം ചുമക്കാൻ നോക്ക്. ശ്വാസം വലിച്ചു പിടിച്ച് ചുമക്കുക. വേഗം ആവട്ടെ. ചത്തു പോകുന്ന പോലെ കാണിക്കണം. ഓക്കെ? അല്ല, ഒരു കാര്യം ചെയ്യാം. ആദ്യം ഒന്ന് ഫ്രഷ് ആവാം. രാവിലെ മുതൽ ഹോസ്പിറ്റലല്ലേ. എടാ പൊന്ന ക്രിക്കറ്റ് കളിക്കാരാ, ഞാൻ ഇവിടെയാ. വാവ് പൃഥ്വി, വാവ്, നിന്റെ സ്മാർട്ട്നെസ് ഗംഭീരം തന്നെ. നീ കതകിന്റെ പിന്നിൽ ഒളിച്ചില്ല, വാഷ്റൂമിൽ ഒളിച്ചില്ല. അവിടെ ഒളിച്ചിരുന്നെങ്കിൽ ആ ക്രിക്കറ്റ് കളിക്കാരൻ എന്നെ എപ്പോഴേ ഔട്ടാക്കിയേനെ. അല്ലെങ്കിൽ വേണ്ട, ഇത് പിന്നെ ആയാലും ചെയ്യാലോ. ആദ്യം വന്ന ജോലി ചെയ്യാം. അത് വളരെ അർജന്റാ. എങ്ങാനും അവളുടെ പ്രഗ്നൻസി റിപ്പോർട്ട്സ് ഇവരുടെ കൈ കിട്ടിയാൽ ഞങ്ങളുടെ കഥ അതോടെ കഴിഞ്ഞു. മാത്രമല്ല, എങ്ങാനും ഇവൻ എന്നെ ഇവിടെ വെച്ച് കണ്ടാ പിന്നെ കഴിഞ്ഞുമല്ല. എങ്കിലവർക്ക് ഒരു റിപ്പോർട്ടോ വേറെ ഒരു തെളിവോ വേണ്ടി വരില്ല. കാരണം അവരുടെ ഏറ്റവും വലിയ തെളിവ് ഈ ഞാൻ തന്നെയായിരിക്കും. ഞാനിനി എന്ത് ചെയ്യും? ചെയ്യാം, കട്ടിലടി തന്നെ ഒളിക്കാം. ഈ പൊന്ന ക്രിക്കറ്റ് കളിക്കാൻ ഓൾറെഡി അവിടെ ചെക്ക് ചെയ്തതാണല്ലോ. ഐ ആം ഡാം ഷുവർ ഇനി അവിടെ ചെക്ക് ചെയ്യില്ല. ആ, അതുറപ്പാ. ഇത്രയും നാൾ നീ ഞങ്ങളെ കടത്തി വിട്ടിയില്ലേ, ഇന്ന് ഈ പൃഥ്വി മേനോൻ നിന്നെ കളി പഠിപ്പിക്കുന്നുണ്ടോ? അവള് വരുന്നെന്നാ തോന്നുന്നേ. വെള്ളം കുടിക്കാം. ഇങ്ങനെ ചുമച്ച നിന്റെ ലങ്സ് വരെ പുറത്തു വരും. ദാരിദ്ര്യം പിടിച്ചൊരു അസുഖം. ഈ കിരൺ ഇതെവിടെ പോയി? ആ, കിരൺ മുകളില് നിന്റെ വാഷ്റൂം യൂസ് ചെയ്യാൻ പോയിരിക്കുക. ഇപ്പൊ വന്നോളൂ. ഇനി കിരൺ വാഷ്റൂം എന്ന് പറഞ്ഞ് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പോയതാണോ? ഞാൻ കിരണിനെ വാഷ്റൂമിന്റെ അടുത്തൊന്നും കണ്ടില്ലല്ലോ. നീ കള്ളം പറയാ. ഞാൻ എന്തിനു കള്ളം പറയണം? എനിക്ക് തോന്നുന്നത് നീ എന്തോ കള്ളത്തരം മറിക്കാൻ ശ്രമിക്കുന്നു. അതാ ഇത്രയും സസ്പീഷ്യസ് ആവുന്നേ. അല്ല, നിനക്ക് അത്രയ്ക്ക് പ്രോബ്ലം ആണെങ്കിൽ നീ പോയി വാഷ്റൂമിൽ ചെന്ന് നോക്ക്, അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ നീ ബിഹേവ് ചെയ്യുന്ന കണ്ട നിനക്കെന്തോ ഞങ്ങൾ ഇന്ന് മറയ്ക്കാനുള്ള പോലെയാ തോന്നുന്നേ. അതെന്താന്ന് വെച്ചാ പിടിക്കപ്പെടുമെന്നുള്ള പേടിയും. അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ നല്ല ക്ലീൻ അല്ലേ, വെളുത്ത പാല് പോലെ, അക്കോർഡിംഗ് ടു യു. സോ റിലാക്സ്. ഗോഡ്, ഈ പ്രീതയ്ക്ക് അറിയില്ലല്ലോ പൃഥ്വി എന്റെ കൂടെ എന്റെ ബെഡ്റൂമിലായിരുന്നെന്ന്. ഈ കിരൺ അവനവിടെ എന്ത് ചെയ്യാ? നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ ചോദിക്കാൻ കാരണം കിരൺ എന്റെ വീട്ടിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ അവൻ എങ്ങനെ അറിയാം എന്റെ വാഷ്റൂം എവിടെയാണെന്ന്? ഇനി അവൻ വാഷ്റൂം കണ്ടില്ലെങ്കിലോ? I'll just take it.
വെച്ചൂടെ? വെള്ളം വെള്ളം ആ വെള്ളമല്ലേ അവിടെ ഇരിക്കുന്നേ? അത് അത് തീർന്നില്ലേ? ഇതാ കുടിക്ക. എന്താ? താങ്ക് ഗോഡ് ഞാൻ അവളെ തടഞ്ഞു. ഇല്ലെങ്കിൽ അവള് ബെഡ്റൂമിൽ പോയി കിരണ് കൈയോടെ പിടിച്ചനെ. ഹലോ, എന്താ? അയ്യോ, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓ, നീ എനിക്ക് സിഗ്നൽ തന്നല്ലേ? നീ ബെഡ്റൂമിലുണ്ടത്. ഐ എം സോറി, ഞാൻ വരുവാ. നീ വെയിറ്റ് ചെയ്യേ. ബൈ. എന്റെ അമ്മേ, ഇത് വലിയ അത്ഭുതമാണല്ലോ. ദൈവത്തിന് നന്ദി. കൃത്യസമയത്ത് ഈ ട്യൂബ് ലൈറ്റ് ഒന്ന് കത്തി കണ്ടല്ലോ. വെള്ളം കയ്യിൽ നിന്ന് പോയി. പ്ലീസ് എനിക്ക് കുറച്ച് വെള്ളം കൂടി തരൂ. എന്തുമാത്രം വെള്ളം കുടിച്ചത് നീ? എനിക്ക് തോന്നുന്നു ഇത്രയും വെള്ളം കുടിച്ചിട്ടാ നീ ചുമക്കുന്നതെന്നാ. ഇനി വെള്ളമൊന്നും വേണ്ട, അവിടെ ഇരിക്കെ. പക്ഷെ എനിക്ക് അത് പിന്നെ ഇതിനർത്ഥം അവൾ സംശയിക്കുന്നു. ഇനി അവളെ തടയാൻ കഴിയില്ല. ഓ ഗോഡ്, അവളിപ്പോ അകത്ത് പോയ കിരണിനെ എന്തായാലും പിടികൂടും. എങ്കിൽ ഇനി അവള് രോഹിത്തേന്റെ മുന്നിൽ വെച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇൻഫാക്ട് മുഴുവൻ നമ്പ്യാർ കുടുംബത്തിന്റെ മുന്നിലും കിരണിനെ കള്ളനാക്കും. അവള് കരഞ്ഞ് ഡ്രാമ കളിച്ച് എല്ലാവരുടെ മുന്നിലും കിരണിനെ താഴ്ത്തിക്കെട്ടും. ഇല്ല, ഇവിടെ തടഞ്ഞേ പറ്റൂ. പക്ഷെ എങ്ങനെ? ഹലോ, ഡോക്ടർ പ്രീത അറയ്ക്കൽ. ഡോക്ടർ സീമയ്ക്ക് ബോധം തെളിഞ്ഞു. എന്താ എന്താ പറഞ്ഞേ? ഡോക്ടർ സീമയ്ക്ക് ബോധം തെളിഞ്ഞു. ഡോക്ടർ സീമയ്ക്ക് ബോധം വന്നെന്നോ? എന്താ ഡോക്ടർ സീമയ്ക്ക് ബോധം വന്നല്ലേ? ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്താം. വാട്ട്? ഡോക്ടർക്ക് ബോധം വന്നെന്നോ? ഓ ഗോഡ്, ആ ഡോക്ടർക്ക് ബോധം തെളിഞ്ഞാൽ ആ നിമിഷം തന്നെ ഞാൻ പെട്ടു. എല്ലാം കഴിഞ്ഞു. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ആ ഡോക്ടർ അവര് എല്ലാവരോടും എല്ലാ കാര്യവും പറയും. അയ്യോ, കിരൺ എന്നോട് ദേഷ്യപ്പെടില്ലായിരിക്കും ഈ വിവരം ഞാൻ ഉച്ചത്തെ വിളിച്ച് പോയതിന്. പക്ഷെ ഷെല്ലിനെ തടയാൻ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടല്ലേ? ഐ തിങ്ക് പ്രീത മനഃപൂർവ്വം ഒച്ച പറഞ്ഞതായിരിക്കും. എന്നെ തേടി ചിലപ്പോൾ ഷെളിനകത്ത് വരുന്നുണ്ടാവും. ഇവിടെ നിന്ന് എസ്കേപ്പ് ആയേ പറ്റൂ. അയ്യോ, ഇവന്റെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവനൊന്നും കിട്ടിയിട്ടില്ലെന്നാ. വാട്ട്? അല്ല, നിന്റെ വീടല്ലേ ഇത്? പിന്നെ നീ എന്തിനാടി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്നേ? എന്നെ ഇങ്ങോട്ടൊന്നും ഇടിച്ചിട്ടതും പോരാ. ഒന്ന് നോക്കി നടക്ക്, ഓക്കെ? പിന്നെ ഷേളിൻ, നിന്റെ ബാത്റൂം അടിപൊളിയാ. ഐ മീൻ, എനിക്ക് തോന്നുന്നു നിന്റെ കൈക്ക് നല്ല പവർ ഉണ്ടെന്ന്. അതായത് വിശ്വസനുള്ള പവർ. കാരണം നീ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാത്തിനുള്ള തെളിവ് നിന്റെ കയ്യിൽ റെഡിയാ. പോട്ടെ, ബാത്റൂമിന്റെ കാര്യം പിന്നെ പറയാം. ഞാനിപ്പോ അങ്ങോട്ടേക്ക് പോവാ, ഹോസ്പിറ്റലിൽ. ആ ഡോക്ടർക്ക് ബോധം വന്നു. എടി ഡോക്ടർ സീമ, നീ പോയി കാണുന്ന ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. നിന്നെ കുറിച്ചുള്ള എല്ലാ സത്യവും അറിയാം അവർക്ക്. അവരെന്നോടെല്ലാം പറയുകയും ചെയ്യും. എന്താ ശരിയല്ലേ? ഇവൻ എന്തായി കാണിക്കുന്നേ? വേഗം വരാൻ നോക്കാതെ. നമുക്ക് ഉടൻ തന്നെ കാണേണ്ടി വരും, പോലീസ് സ്റ്റേഷനിൽ വെച്ച്. എന്തിനാണ് വായും തുറന്നു നിൽക്കുന്നേ? വാ ഇങ്ങോട്ട്. ഞാൻ ഇപ്പൊ തന്നെ പോയി എല്ലാവരോടും പറയും. എന്നെ വിട്. ഓ ഗോഡ്, ഡോക്ടറിന് ബോധം തെളിഞ്ഞെന്നോ? അവര് കിരണോട് പ്രീതോട് പറയും ഞാനാ അവരെ അറ്റാക്ക് ചെയ്തെന്ന്.
പിന്നെ അവരിതും പറയും ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. Oh God. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ കഥ കഴിഞ്ഞത് തന്നെ. ആ നമ്പ്യാർമാരെ വിട്. എന്റെ മമ്മി എന്നെ വെറുതെ വിടില്ലല്ലോ. ഒരു മിനിറ്റ്, എന്റെ കൈ വിട്ടെ. എന്താടി നിനക്ക് എന്തു പറ്റി? അത് ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല എന്റെ കൈ ഇങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവാൻ. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീ എന്നെ തൊടാൻ വേണ്ടി ഓരോ വഴി കണ്ടുപിടിച്ചോളൂ. പ്രീത അറക്കൽ, ആദ്യം നിന്റെ ബുദ്ധി ഒരു പൊടിക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ നിന്റെ ബുദ്ധി മുഴുവനും പോയിരിക്കാ പെണ്ണെ, പോയിരിക്കാ. എടി ചുമ്മാ അത് വഴക്കുണ്ടാക്കാതെ വന്ന് വണ്ടി കയറി പോവാൻ സമയം. ഞാൻ ടൈം വേസ്റ്റ് എന്ന കാര്യമല്ല, സത്യമായ കാര്യം തന്നെ പറഞ്ഞേ. എന്നുവെച്ചാ ഇപ്പൊ തന്നെ ഷെലൻ വീഴാൻ പോയപ്പോ നീ അവളെ താഴെ ഇട്ടു. അവൾക്ക് ശരിക്കും നിന്റെ ഹെൽപ്പ് വേണമായിരുന്നു. പക്ഷെ ഞാൻ വീഴാൻ പോയാ നീ എവിടെന്നേലും ഓടി വന്ന് എന്നെ അങ്ങ് പൊക്കിയെടുക്കും. അത് പിന്നെ എനിക്ക് നിന്റെ ഹെൽപ്പ് ആവശ്യമില്ലെങ്കിൽ പോലും. പറയ്, ഞാൻ എപ്പോഴെങ്കിലും നിന്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടോ? പറയ്. വാവോ പ്രീത അറക്കൽ, ഐ മീൻ ഞാൻ നിന്നെ കണ്ടുമുട്ടിയ ശേഷം 7ാമത്തെ പ്രാവശ്യം നീ ശരിയായ ഒരു കാര്യം പറയുന്നത്. അല്ലാത്തപ്പോ നിന്റെ ബുദ്ധി ഒരിക്കലും വർക്ക് ചെയ്യാറേയില്ല. അയ്യോ എന്റെ ഡംബോ, എടി ഞാൻ നിന്നെ ഹേറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നീ താഴെ വിടുമ്പോ ഞാൻ പിടിക്കുന്നേ. ഓക്കെ? ആ പിന്നെ ഇന്നെന്റെ ചെവി നല്ലോണം കേൾക്കുന്നില്ല, എന്താണെന്നറിയില്ല. എന്തോ കുഴപ്പമുണ്ട്. അതായത് അല്ല, നീ എനിക്ക് താങ്ക് യു പറയായിരുന്നോ ഞാൻ നിന്നെ താഴെ വിടാതെ രക്ഷിക്കുന്നതിന്? അതോ ഇനി നീ നിന്റെ മനസ്സിലെ വാ തോരാതെ എന്നെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണോ? ഞാൻ നിന്നെ വെറുതെ ടച്ച് ചെയ്തൊന്നും പറഞ്ഞ് നീ എന്താടി പറഞ്ഞത് എന്നോട്? എനിക്ക് ചെവി കേൾക്കുന്നില്ല, ഒന്നൂടെ പറയേ, എന്താ പറഞ്ഞത്?